ഹലോ, തീറ്റ പ്രാന്തന്മാരുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നാടൻ സ്റ്റൈലിലുള്ള കുറിച്ചി പറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മയുടെ സ്റ്റൈലിലാണിത് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 1/2 കിലോ കുറിച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 2 വലിയ കുടംപുളിയാണ്, അത് കീറി എടുത്തിട്ടുള്ളതാണ്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 20 ചെറിയ ഉള്ളി, 6 പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഇത്രയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അരപ്പിന് വേണ്ടിയിട്ട്. അതാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കണം. കറിവേപ്പില എല്ലാം ചേർത്തിട്ട് വേണം ഞെരടിയെടുക്കാനായിട്ട്. അതിൽ നിന്ന് 2 തണ്ട് കറിവേപ്പില നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ അരപ്പൊന്നും അടുക്കി പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നന്നായി ഞെരടി അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. കൈകൊണ്ട് നന്നായി നിരത്തിയ ശേഷം ചട്ടി അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിക്കുക. ഇനി അരപ്പ് ഒന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറിച്ചി ഇട്ട് കൊടുക്കാം. നിരത്തി ഇട്ട് കൊടുക്കുക കുറിച്ചി. ഇനി ഒന്ന് ആവി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൊട്ടിയിട്ട് കൊടുക്കാം. ഇതുപോലെ അരപ്പും കുറിച്ചിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് അടച്ചു വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് നിരത്തി കൊടുക്കണം. അരപ്പ് കുറിച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അതിന് വേണ്ടിയിട്ടൊരു സ്പൂണ് കൊണ്ട് കോരി ഇട്ട് കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കാൻ പാടില്ല, കുറിച്ചി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചായിട്ട് എടുത്ത് ആ കുറിച്ചിയുടെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ഉപ്പും എരിവും ഒക്കെ പിടിക്കണം, അരപ്പൊക്കെ നന്നായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കുറിച്ചി പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചതായതുകൊണ്ട് ഇനി ഒഴിക്കേണ്ട. അപ്പം രുചികരമായിട്ടുള്ള കുറിച്ചി പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആഹാ, കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാടൻ രുചി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്